ഞാൻ നിങ്ങളുടെ രമചേച്ചി. ഞാനിന്നൊരു കൂമ്പ് തോരൻ വെക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ കൊലയുടെ കൂമ്പാണ്. അങ്ങനെ ആ കൂമ്പൊടിച്ച് തരാൻ എനിക്ക് ആളില്ലാത്തതുകൊണ്ടാണ് കൂമ്പ് തോരൻ നേരത്തെ വെക്കാത്തത്. ഇപ്പോൾ അതിനെ മുറിച്ച് തന്ന് അതിനെ ഒരു തോരൻ തയ്യാറാക്കാം. ഇതിൻ്റെ ഈ പോളം മാറ്റണം. മാറ്റിയിട്ട് ഓരോ ഇതായിട്ട് ഇളക്കി വെക്കണം. ഇങ്ങനെ ഇളക്കി എടുക്കണം. ഈ വെള്ള ഇത് കാണുന്നത് വരെ അതിൻ്റെ പോളം മാറ്റണം. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു നാരുണ്ട്. ഇതങ്ങ് ഇളക്കി കളയണം. അതിൻ്റെ തുമ്പ് ഇത് കട്ടിയുള്ളതാണ്, അതുകൊണ്ടാണ് ഈ നാരെടുത്ത് മാറ്റണം എന്ന് പറയുന്നത്. അതിൻ്റെ തുമ്പ് ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു കുരുപ്പ് പോലെ ഇരിക്കും. ഈ കട്ടിയുള്ള നാര് ഇളക്കി മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് എല്ലാം ഇതുപോലെ ഓരോരോ അരിഞ്ഞ് തീർന്നുകൂടാ. അങ്ങനെ ഇത് മൊത്തം അരിഞ്ഞ് കഴിഞ്ഞ് ഇനി ഇതിൽ ചെറിയ നാരുണ്ട്. ഈ നാരിന് നമുക്ക് എന്ത് ചെയ്യണം? ലേശം എണ്ണ ഒഴിച്ച് ഇതിലോട്ട് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഞരടി അതിലുള്ള ആ നൂലെടുക്കുന്നതാണ്. അതോടും കൂടി ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അത് നമുക്കൊരുമാതിരി തോന്നുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ആര് ചവയ്ക്കുമ്പോൾ അത് ഒരുമാതിരി ഉരുണ്ട വരും. അതുകൊണ്ട് ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ ഇട്ട് കറക്കണം. കറക്കുമ്പോൾ എല്ലാം ഇതുപോലെ നാരെല്ലാം ഇങ്ങനെ കിട്ടും. ഇതേപോലെ ബാക്കിയുള്ളതിനെ ഇതേപോലെ ഇങ്ങനെ 4-5 പ്രാവശ്യം ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ പോരും. ഇപ്പം കണ്ട ശരിയായത്. ഇതേപോലെ ഈ വാഴത്തടയിലും ഉണ്ടല്ലോ നാര്, അതേപോലെ ഈ വാഴക്കൂമ്പിലും ഉണ്ട്. അങ്ങനെ ശരിയായി. വാഴക്കൂമ്പ് എല്ലാം കൊത്തിയരിഞ്ഞ് ചെറുതായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നമുക്ക് തോരൻ വയ്ക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ്, ഉഴുന്ന്, തേങ്ങ, വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, 1/4 ഭാഗം സവാള അത് വേണം, ഉള്ളി, കടുകൊക്കെ ആവശ്യത്തിന്, കറിവേപ്പില, കടുക്. ഇത്രയാണ് ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ. ഈ ഉള്ളി കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. സ്റ്റവ് കത്തിച്ച് ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. തോരന് വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു. ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പിട്ടു ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ചേർത്ത് വെച്ച് തീ കുറച്ച് വെച്ച് കൊടുക്കണം. കൂട്ടിലോട്ട് ജീരകം ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടാ. അതുകൊണ്ട് ലേശം ജീരകം എണ്ണയിൽ മൂത്ത് വരാൻ വേണ്ടി ഇതെല്ലാം സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും. കുറച്ച് തേങ്ങ മതി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കെന്ത് ചെയ്യണം? ഈ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട്
ഇങ്ങനെ അമർത്തി വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം. നോക്കട്ടെ, തോരൻ ഏകദേശം റെഡിയായി. ഇനി നമുക്കൊരു ബൗളിലോട്ട് അങ്ങനെ വാഴക്കൂമ്പ് തോരൻ റെഡിയായി. നമുക്കിത് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് അരിഞ്ഞെടുത്താൽ ഒരു 5 മിനിറ്റ് മതി. ഒരു 5 മിനിറ്റ് മതി ഈ തോരൻ വയ്ക്കാൻ. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.